മനുഷ്യപുത്രനെ വരവേൽക്കുവാനായി അണിഞ്ഞൊരുങ്ങുന്ന പ്രകൃതിയോടൊപ്പം നോമ്പും പ്രാർത്ഥനയുമായി നമ്മുടെ ഹൃദയങ്ങളെയും ഒരുക്കുന്ന മംഗളവാർത്താ കാലത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. മംഗളവാർത്തയുമായി ലോകത്തിലേക്ക് എത്തിയത് ഗബ്രിയേൽ ദൂതനാണ്. ദൈവത്തിൻ്റെ ശക്തി എന്നാണ് അവൻ അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ കരുണയും വാഗ്ദാനവും മനുഷ്യമക്കളെ അറിയിക്കുന്ന സന്ദേശവാഹകരായ മാലാഖമാരിൽ പ്രധാനിയാണവൻ. ദാനിയേലിന് അറിവും ജ്ഞാനവും പകർന്നു നൽകുവാനായി എത്തിയ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം ദാനിയേലിനെ അത്യധികം സ്നേഹിക്കുന്നുവെന്ന്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ സക്കറിയായുടെ അടുക്കലേക്ക് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയുമായി എത്തുന്നതും ഗബ്രിയേൽ ദൂതനാണ്. വീണ്ടും നസ്രത്തിലെ കന്യകയായ മറിയത്തിന്റെ അടുക്കലേക്ക് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി അയക്കപ്പെടുന്നതും ഗബ്രിയേൽ ദൂതനാണ്. ലോകരക്ഷകന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അറിയിക്കുവാനായി. കാരണം ദാനിയേലിനെ അത്യധികം സ്നേഹിക്കുന്നു എന്നരുൾ ചെയ്ത പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹത്തിൻ്റെ സദ്വാർത്തയുമായുള്ള ഗബ്രിയേൽ ദൂതൻ്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെയും ഒരുക്കാം. ഏവർക്കും ആഗതമായിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ മംഗളാശംസകൾ.